ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചന പറയുകയാണ്, ആര്യയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് നീ ആരോടും പകരം ചോദിക്കാനൊന്നും പോകണ്ട, ആകാശിൻ്റെ വാക്ക് നീ കേൾക്കാനും നിൽക്കണ്ട. ഇതൊക്കെ കേട്ട് ആകാശിന് കലി വരുന്നുണ്ട് കേട്ടോ. നീ കുട്ടിയാ മോനെ, നീ കുട്ടി, നിനക്കൊരു ദോഷം വരാൻ പാടില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മോൻ ചെയ്യില്ല, മമ്മിക്കിപ്പോൾ ഒരു പരാതിയില്ല. മോൻ ചെല്ല പോയി ഡ്രസ്സൊക്കെ മാറ്. നല്ലൊരു അവസരമൊത്ത് വന്നത് മമ്മിയും മോനും കൂടെ നശിപ്പിച്ച് കളഞ്ഞു പോണ്ടാരങ്ങൾ. ഇനി എന്ത് പ്രതീക്ഷയില്ല ഞാൻ ഇവറ്റകളെ ഇനി തീറ്റി പോറ്റുന്നത്, എൻ്റെ കുഴി തോണ്ടാനായിട്ടോ. ഛേ എന്നും പറഞ്ഞ് ആകാശിന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഇവരോട്. എന്നാലും ഇവർക്ക് അരികിലേക്ക് വരാതെ അങ്ങ് മാറിപ്പോയി. പിന്നെ കാണിക്കുന്നത് മഹേഷാണ്. മഹേഷ് ഓഫീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ രചന മഹേഷിനെ വിളിക്കുകയാണ്. ഹലോ മഹേഷ്, എൻ്റെ കോൾ കട്ട് ചെയ്യരുത്, എനിക്ക് പറയാനുള്ളത് മഹേഷ് കേൾക്കണം. മഹേഷിൻ്റെ കോൾ എടുക്കില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. ഓ, നിൻ്റെ ജീവിതത്തിൽ എന്നോട് പറയാനായിട്ട് എന്താ ഉള്ളത്? നീ എന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും അല്ലേ പോയത്? ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മഹേഷ് എന്നോട് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്ത തെറ്റെന്താ? നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ആദ്യമാണ് ഹോസ്പിറ്റലിലേക്ക് മഹേഷ് ഓടി വരില്ലേ? നമ്മൾ തമ്മിലുള്ള ബന്ധമല്ലേ മുറിച്ച് മാറ്റിയിട്ടുള്ളൂ. കുട്ടികളും നമ്മുടെ തന്നെയല്ലേ. ചിപ്പിമോളുടെ വിവാഹം നടക്കുമ്പോൾ ഞാൻ അവളുടെ അമ്മയല്ലാതാകുമോ? ഇൻവിറ്റേഷൻ ലെറ്ററിൽ ചിപ്പിമോളുടെ അമ്മയുടെ സ്ഥാനത്ത് ഇഷിതാന്ന് എഴുതാൻ നിയമം അനുവദിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എൻ്റെ ഉള്ളിൽ കിടന്ന് വിലപിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ മഹേഷിനോട് ചോദിക്കുന്നത്. എൻ്റെ നിസ്സഹായ അവസ്ഥ മഹേഷ് എന്താ മനസ്സിലാക്കാത്തത്? ചിപ്പിയെ കോടതി എനിക്കാണോ തന്നത്? നീ അവളുടെ അമ്മ തന്നെയാണ്. നിനക്ക് നിൻ്റെ മകളെ വന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് വന്ന് കാണാം. അതിനു മുമ്പ് നീ എന്നോട് പെർമിഷൻ ചോദിക്കണമായിരുന്നു. അവളെ നിനക്ക് കാണാൻ ഞാനൊരു സമയം അനുവദിക്കും. നീ അതിന് തയ്യാറായില്ല. നീ ആരുമില്ലാത്ത സമയം നോക്കി ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിനെ ഭയപ്പെടുത്തി. ഞാൻ അവിടെ വന്നപ്പോൾ ഇഷിത അവിടെ ഉണ്ടായിരുന്നു. ആരുമില്ലാത്ത സമയത്തല്ല ഞാൻ വന്നത്. അങ്ങനെ രചന സത്യം തുറന്നു പറഞ്ഞു. നീ ചിപ്പിമോളെ കണ്ടിട്ട് പോകാതിരുന്നത് എന്താ? അവൾ നിൻ്റെ സാമീപ്യം കൊതിച്ചിരുന്നോ? നിന്നെ കാണുമ്പോൾ മുഖം മറയ്ക്കാനല്ലേ അവൾ ശ്രമിച്ചത്? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നീ മറുപടി പറ. നീ അവൾക്കൊപ്പം വേണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? പക്ഷേ അവൾ പ്രതികരിച്ചത് നീ അവിടുന്ന് പോകാൻ തന്നെയാണ്. അവൾ കരഞ്ഞ് ചാട്ടം പിടിച്ചിട്ടും നീ അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരവസ്ഥയിൽ അമ്മ ചവയാനല്ല നീ അവിടെ നിൽക്കേണ്ടിയിരുന്നത്. നീ പോകണമായിരുന്നു. നീ പോകാതിരുന്നത് ഇഷിതയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവളെ നീ വേണ്ടാന്ന് വെച്ച് പോയത് അവളുടെ ഏത് പ്രായത്തിലാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഇപ്പം അവകാശം പറഞ്ഞു വരാൻ നിനക്ക് ഒരർഹതയില്ല രചന. നിൻ്റെ പെറ്റമ്മ എന്ന കാർഡിറക്കിയുള്ള സെൻറ്റിമെൻറ്റ്സ് നാടകം നീ മറ്റാൾക്കാരുടെ അടുത്തെടുത്തോ, മഹേഷിൻ്റെ അടുത്ത് വേണ്ട. കാരണം നിൻ്റെ ഉള്ളിൻ്റെ മാതൃത്വം എന്താണെന്നൊക്കെ അത്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനിയും കേട്ടോണ്ട് നിൽക്കാൻ രചനയ്ക്ക് ആയില്ല കേട്ടോ. ആകെ നാണം കെട്ടിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഒരിക്കൽ നമ്മുടെ മഹേഷ് ആകാശിൻ്റെ ഒപ്പം പോയതിന് ശേഷം അവൾ മുലപ്പാലിന് വേണ്ടി 6 മാസമായ കുഞ്ഞ് കരയാണെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടുണ്ട്. നീ വാ, എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ട, അവളുടെ കരച്ചിൽ നിർത്താൻ എനിക്ക് പറ്റില്ല കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോഴും പറയുന്നത് എനിക്ക് ഇനി ഒരു മടക്കയാത്രയില്ല, എന്നാൽ 6 മാസം കുഞ്ഞ് നിൻ്റെ കൂടെ നിന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നും പറയുന്നുണ്ട്. ഇപ്പം അമ്മയാണ് മോൾക്ക് വേണ്ടത്, പ്ലീസ് മോളെ കൊണ്ടുവരട്ടെ. അന്നും രചന പറഞ്ഞു വേണ്ട എന്ന്. അതൊരു ബാധ്യതയായാലോ, കുഞ്ഞല്ലേ, ഇവരുടെ സന്തോഷ സുഖമൊക്കെ കളഞ്ഞു പോവില്ലേ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എങ്ങനെയാണ് മഹേഷിന് ഇവളോട് ക്ഷമിക്കാൻ പറ്റുക? പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനുമാണ് കേട്ടോ. അവരെ ഡിസ്ചാർജ് ആയില്ലേ, പിന്നെന്താ അവർ വരാത്തെ? അത് ഇഷിതയ്ക്ക് കുറച്ച് തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ. ഇഷിത വരുന്നതും കാത്തിരിക്കുക രണ്ടുപേരും കൂടി. ചിപ്പിമോൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് നല്ലത്. മനസ്സ് വേദനിച്ച് ചിപ്പിമോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. പിന്നെയേ അവൾ വരുമ്പോഴേക്കും രചന വന്നതും പോയതുമായ കാര്യമൊന്നും ഏറ്റെടുത്തേക്കരുത്. മഞ്ജിമയെ രചന വിളിച്ചതും പറഞ്ഞതും ഒന്നും ഇഷിതയോട് പറയാനും പാടില്ല. അപ്പോഴേക്കും സ്വപ്നവല്ലി പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ, എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. മഞ്ജിമ കാരണമാണ് അവർ ഹോസ്പിറ്റലിലായി, ആ കൊച്ചു ഹോസ്പിറ്റലായതും അവരുടെ യാത്ര മുടങ്ങിയതും. സ്വപ്നം അത് ഓർക്കുന്നത് നന്നായിരിക്കും. ചിപ്പിയുടെ റൂമിൽ ഒന്ന് ക്ലീൻ ചെയ്തിടണം, അതിന് വേണ്ടത് ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഇപ്പം സ്വപ്നവല്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് രാമനാഥനെ സ്വപ്നവല്ലി അന്നേരത്തിന് എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ. ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, എഴുന്നേറ്റ് അങ്ങോട്ട് പോയി.
പിന്നെ കാണിക്കുന്നത് ഇഷിതയും ചിപ്പിയും മഹേഷും കൂടെ വീട്ടിലേക്ക് വരികയാണ്. മോളിപ്പോൾ ഓക്കെ അല്ലേ? ആ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നാളെ സ്കൂളിൽ പോകാം. പിന്നെ 2 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം. അയ്യോ, ആദ്യം ഈ ഡോക്ടറല്ലേ പറഞ്ഞത്, മറ്റേ ഡോക്ടർ പറഞ്ഞില്ലല്ലോ. ആ ഡോക്ടറിനേക്കാളും വലിയ ഡോക്ടറാണ് ഇപ്പം നിൻ്റെ കൂടെ ഇരിക്കുന്നത്, അതങ്ങ് അനുസരിച്ചാൽ മതി. എനിക്കിപ്പോൾ സുഖമായല്ലോ, ഇനി സ്കൂളിൽ പോകണമെങ്കിൽ 2 ദിവസം റെസ്റ്റ് എടുക്കാം. പക്ഷേ ഡാഡിക്കും അമ്മയ്ക്കും നാളെ ടൂറിന് പോകാൻ പറ്റില്ലല്ലോ. ആ, ഇതിനു വേണ്ടിയല്ലേ ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ കാരണമല്ലേ ടൂറ് മുടങ്ങാൻ പോകുന്നത്, അതെനിക്ക് സങ്കടം. അത് വേണ്ട, നിങ്ങൾ നാളെ തന്നെ ടൂറിന് പോകണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ. റിസോർട്ട് ബുക്ക് ചെയ്തതൊക്കെ ഡാഡി ക്യാൻസൽ ചെയ്തു. മോളെ വിട്ടു പോകാൻ പോലും മടി കാണിച്ച ഞങ്ങൾ മോളെ ഇങ്ങനെ ഇട്ടിട്ട് മോളെ ഈ അവസ്ഥയിലിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് മോള് മനസ്സിലാക്കണം. ടൂറൊക്കെ മോൾക്ക് നന്നായിട്ട് സുഖപ്പെട്ടിട്ട് മതി. മുടങ്ങിയ ടൂറ് ചിപ്പി മോൾക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ പോകും. പിണങ്ങി ഇരിക്കല്ലേ മോളെ എന്നൊക്കെ ഇഷിത. ഞാൻ എൻ്റെ അമ്മയോട് പിണങ്ങോ? ഞാൻ എൻ്റെ അമ്മയോട് ഒരിക്കലും പിണങ്ങില്ല. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നൊന്നും മോള് ചിന്തിക്കേണ്ട കേട്ടോ. ഞാനേ ഡിസ്ചാർജ് ആയ കാര്യം ആദ്യമായിട്ടിന് അറിഞ്ഞോ? അല്ലെങ്കിൽ രാവിലെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരും. അത് ഡാഡി അവനെ അറിയിച്ചോളാം കേട്ടോ. ശരി. പിന്നെ കാണിക്കുന്നത് രാമനാഥനും സ്വപ്നവലിയും കൂടിയിട്ട് അവരവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ. ഭയങ്കര അക്ഷമരാണ് കേട്ടോ. ഇവരെന്താ വരാത്തെ എന്നൊക്കെയാണ്. എന്തായാലും ആകെ ഒരു ടെൻഷൻ അവരുടെ ആ യാത്ര മുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. മുടക്കിയെന്ന് വേണമല്ലോ പറയാനായിട്ട്. മഞ്ജിമ എങ്ങനെ ചിപ്പിമോളെ നേരിടും, അതാ എനിക്കറിയില്ലാത്തത്. മഞ്ജിമയ്ക്കൊരു കൂശലുമില്ല, ദാ അവിടെ വന്ന് നിൽപ്പുണ്ട്. രചന വിളിച്ചത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്നം മഞ്ജിമയോട് സംസാരിച്ചോ? ഓ, ഇതിന് എൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്നാ എൻ്റെ പ്രാർത്ഥന എന്ന് സ്വപ്നവല്ലി പറയാണ്. ചിപ്പിമോൾക്ക് കിട്ടാനുള്ളത് കിട്ടി. മഞ്ജിമയോട് ചോദിച്ചാൽ അവൾ നിരസിക്കും. ആ സമയത്ത് ദാ മഹേഷും ഇഷിതയും കയറി വന്നു. ചിപ്പിമോളും ഉണ്ട്. രാമാ, ദേ അച്ചമ്മയുടെ പൊന്നുമൊക്കെ എന്താ പറ്റിയേ? അച്ചമ്മ പേടിച്ചു പോയി. സാരമില്ല അച്ചമ്മേ, നെറ്റിയിൽ കുറച്ച് വേദനയുള്ളൂ, മുറിവായിട്ടൊന്നുമില്ല. പിന്നെ വാതിലിൻ്റെ അരികിൽ നെറ്റി ഇടിക്കാതെ പോയത് ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. വാതിലിൻ്റെ അരികിൽ നെറ്റി തട്ടിയിട്ടുണ്ട് എന്തായാലും എന്ന് ഇഷിത പറയുക കേട്ടോ. പ്രധാനമായും ചതവ് വരാനായിട്ട് കാരണം അതാ, നെറ്റി തട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, മുറിഞ്ഞില്ലല്ലോ, ദൈവം കാത്തു. മഞ്ജിമ മാറി നിന്ന് ഇതൊക്കെ കാണുക കേട്ടോ. മഞ്ജിമ എല്ലാം പറഞ്ഞു. നിനക്ക് ടൂറിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചിപ്പിമോളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പ എവിടെ? എനിക്ക് അപ്പയൊന്ന് കാണണം എന്ന് കൊച്ച്. അപ്പോഴേക്കും മഞ്ജിമ ആഹാ ചിപ്പിമോള് വന്നാ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. അമ്മയുടെയും ഡാഡിയുടെയും ടൂറ് മുടങ്ങിയത് അപ്പം അറിഞ്ഞല്ലോ അല്ലേ എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. അതിനിനി സമയമുണ്ടല്ലോ, മോൾക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അതേ, ടൂർ മുടങ്ങിയിട്ടൊന്നുമില്ല, ഇവർ ടൂർ പോകും കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയുടെ മുഖം അങ്ങ് മാറി. ചിപ്പി തന്നെ ഇവരെ ടൂറിന് വിടുകയും ചെയ്യും, ചിപ്പി പോകത്തുമില്ല. അപ്പോൾ രാമനാഥൻ പറഞ്ഞു, കുറച്ച് ദിവസം മോള് റെസ്റ്റ് എടുക്കുക, തലയിടിച്ചതല്ലേ. അപ്പോൾ ഇഷിത പറഞ്ഞു, ശരിയാ, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, സംസാരവും നിയന്ത്രിക്കണം. എന്നാ വേണ്ടത് ബെഡ് റെസ്റ്റ് തന്നെ, മോളെ റൂമിലേക്ക് കൊണ്ടുപോക്കോ. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയി മഞ്ജമ്മയുടെ അരികിലേക്ക് പതുക്കെ വന്ന് പറയാം. അതെ, അവൾ കാണിച്ച തിരിച്ചറിവ് പോലും നിനക്കൊണ്ടോടി എന്ന് രാമനാഥൻ മഞ്ജിമയുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു. നിന്നെ അവൾ നാണം കെടുത്തല്ലേ ചെയ്തത്. എത്ര ഭംഗിയായിട്ട് നിന്നോട് പറയേണ്ടത് നിൻ്റെ മുഖത്ത് നോക്കി ചിപ്പിമോൾ പറഞ്ഞു. അവൾ ഡാഡിയെയും അമ്മയെയും ടൂറിന് വിടുമെന്ന് എന്ന് വെച്ചാൽ നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങോട്ട് ചെയ്ത് കാണിക്കുന്നല്ലേ കൊച്ചു പറഞ്ഞതിനർത്ഥം. സ്വപ്നവല്ലിയാണെങ്കിൽ മഞ്ജിമയ്ക്കിട്ട് തല്ലി കിട്ടുമോ എന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ടൂറ് മുടക്കിയാൽ രചന നിനക്ക് എത്ര രൂപ തരാമെന്ന് പറഞ്ഞു എന്ന് സ്വപ്നവല്ലി മഞ്ജിമയോട് ചോദിക്കുക. ഇനി നിനക്ക് പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാ. എത്രയാ കൈ വരാൻ പോകുന്നത്? അമ്മയ്ക്ക് എത്ര ശതമാനമാണ് വേണ്ടത് അതമ്മ പറ, ഞാനങ്ങ് തന്നേക്കാം. അമ്മ ചോദിക്കുന്നത് ഞാൻ തരാം. സ്വപ്നവലിക്ക് ഇത് കേട്ട് കൊല്ലി വരുന്നുണ്ട്. മോളിങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത്. പക്ഷെ മോളാണല്ലോ, തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ദേ ആദിക്കരികിലേക്ക് ആദ്യം ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദിക്കരികിലേക്ക് രചന വരും കേട്ടോ. നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? മമ്മിയെ കുറ്റപ്പെടുത്താൻ തന്നെയാണോ? നിൻ്റെ മമ്മി അടിച്ച കാര്യം മോൻ ചോദിച്ചായിരുന്നോ മഹേഷിനോട്? നീ അത് ചോദിക്കില്ല എന്നെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നിനക്ക് നിൻ്റെ ഡാഡിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് ഞാനല്ലേ. ഒരു നടുക്കടലിൽ തുഴ പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ. നൊന്തുപെറ്റ മകൾ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറ്റുന്നില്ല. എല്ലായിടത്തും എന്നെ ചവിട്ടി അരയ്ക്കുക. അമ്മ ചെയ്ത തെറ്റെന്താണെന്ന് ഒരു വാക്ക് ഡാഡിയോട് ചോദിക്കുന്നു ഞാൻ കരുതി. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഞാൻ ഡാഡിയോടൊന്നും ചോദിച്ചില്ലെന്നാണോ മമ്മി വിചാരിക്കുന്നത്? ഞാൻ ഡാഡിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് തന്നെയാണ്. മമ്മി ചിപ്പിയെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയെന്നാണ് ഡാഡി പറഞ്ഞത്.
അവളെ ആശ്വസിപ്പിക്കാനല്ല വേദനിപ്പിക്കാനാണ് മമ്മി ചെന്നതെന്നും പറഞ്ഞു. മഹേഷിന് എന്തും പറയാലോ. ഞാൻ ആകെ പറഞ്ഞത് ചിപ്പിയെ തനിച്ചാക്കി ഇഷിതയും മഹേഷും പോയത് ശരിയായില്ല എന്ന് മാത്രമാണ്. ഞാൻ എന്തിനാ മോളെ കള്ളം പറയുന്നത്? മമ്മി ചെല്ലുമ്പോൾ അബോധാവസ്ഥയിൽ തനിച്ച് കിടക്കുന്ന ചിപ്പിയാണ് ഞാൻ കണ്ടത്, അല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സിസ്റ്ററിനെ അവിടെ നിർത്തിയിട്ടാണ് ഇഷിതാമ്മ പോയതെന്ന് പറഞ്ഞതാണല്ലോ. അതെ, ഞാൻ ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നായിരുന്നു. ചിപ്പി മോളുടെ മമ്മിയല്ലേ എന്ന് അവൾ ചോദിച്ചു. അവൾക്ക് എന്നെ മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു അതേന്ന് അവൾ ഉടനെ പോവുകയും ചെയ്തു. ചിപ്പി കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് എന്നെയാ. എൻ്റെ മോൾക്ക് ഞാൻ ഇത്രയും വലിയ ശത്രുവാണെന്ന് എനിക്കിന്നാ മോനെ മനസ്സിലായത്. എനിക്കിന്നാ മനസ്സിലായത്. എന്നെ കണ്ടതും എൻ്റെ അമ്മ എവിടെയെന്നും ചോദിച്ച് അവൾ ബഹളം വെച്ച് ബെഡിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി. ഞാൻ അവളെ കണ്ടു നിൽക്കണോ അതോ തടയണോ? ബോധമില്ലാതെ കിടന്ന കുട്ടിയല്ലേ, തലയ്ക്ക് അപകടം പറ്റി നിലത്ത് വീണ അവൾ വീണു പോവില്ലേ? ഞാൻ അവളെ തടയുക മാത്രമാണ് ചെയ്തത്. ആ സമയത്താണ് മഹേഷ് വരുന്നതും എന്നെ പിടിച്ചു നിർത്തി അടിക്കുന്നതും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരിക്കങ്ങ് വല്ലാണ്ടായി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ മഹേഷ് തയ്യാറായത് പോലുമില്ല. ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇഷിത ഇപ്പോൾ പൊട്ടിമുളച്ച രണ്ടാനമ്മയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച പാലൂട്ടി വളർത്തി എൻ്റെ മോളല്ലേ അവൾ. എന്തായാലും ഞാൻ എൻ്റെ കുട്ടിയെ ഉപദ്രവിക്കാനൊന്നും അല്ല പോയെന്ന് നിനക്കെങ്കിലും വിശ്വസിച്ചൂടെ മോനെ? എന്തിനാ മോനെ നീയും അമ്മയെ ശത്രുവായിട്ട് കാണുന്നത് എന്നൊക്കെ ചോദിച്ച് രചന ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്. അവൾക്ക് ആപത്ത് പറ്റിയെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത് അവൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ടല്ലേ. നീ അത് കള്ളമാണെന്ന് പലവട്ടം പറഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് രചന കരയാണ് കേട്ടോ. മമ്മി കരയല്ലേ, ഇത് കണ്ണീരല്ല, ഇത് മമ്മിയുടെ മനസ്സുരുകി വരുന്ന രക്തമാണ്. മമ്മി കരയാതെ. നീ ആലോചിക്കുക, അവൾ കണ്ണ് തുറക്കുമ്പോൾ അടുത്താരുമില്ല. അത്ര നേരം അവിടെ അടുത്തിരുന്ന് എന്നോട് അല്പമെങ്കിലും കരുണ എന്നോട് കാണിച്ചോ? ഇഷിത വരുന്നതിന് മുമ്പ് എന്നെ ഓടിച്ചു വിടാനാ മഹേഷ് തിടുക്കം കാണിച്ചത്. മഹേഷിന് ഇപ്പം എന്തിലും വലുത് ഇഷിതയാണ്. പക്ഷെ 2 മക്കൾ എങ്ങനെ ഉണ്ടായിന്ന് മഹേഷ് മറന്നു പോയി. ഒന്ന് തള്ളിയാൽ ആ വേദന ആ വേദന അവിടെ തീരുന്നതേ ഉള്ളൂ. പക്ഷെ മക്കളുടെ മുന്നിൽ വെച്ച് പെറ്റമ്മയെ ആട്ടി ഓടിച്ച അതൊരമ്മയ്ക്ക് സഹിക്കാനാവത്തില്ല. അത് മനസ്സിൽ വീണ ഉണങ്ങാത്ത മുറിവ എന്നൊക്കെ പറഞ്ഞ് രചന ഭയങ്കര സെൻറ്റിയാണ് കേട്ടോ. അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയായിരുന്നെങ്കിലും ഡാഡി മമ്മിയെ തല്ലാൻ പാടില്ലായിരുന്നു. ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഡാഡിയെ ഞാനത് അംഗീകരിക്കാനും പോകുന്നില്ല മമ്മി. സാരമില്ല, പോട്ടെ. എന്തായാലും മോനെ ഞാൻ സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ മകനെ എനിക്ക് തന്നതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. നീ വിഷമിക്കൊന്നും വേണ്ട മോനെ. എല്ലാ അർത്ഥത്തിലും തോറ്റുപോയവളാണ് ഞാൻ. നിങ്ങളെല്ലാവരും ജയിച്ച് നിൽക്കുക. ഒരു തുണയായിട്ട് കൂടെ നിൽക്കേണ്ട ആകാശ് പരിഹസിക്കുന്നു. എനിക്കറിയില്ല ഇനി ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്, എന്തിന് ജീവിക്കണമെന്ന്. എൻ്റെ മോനും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രചന ഭയങ്കര കരച്ചിൽ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.